പ്രവാസലോകത്തെ വാർത്തകൾ. UAE-യിൽ സർക്കാർ സേവന ഫീസ് തവണകളായി അടയ്ക്കാം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കിത് ആശ്വാസകരമാകും. UAE-യിൽ സർക്കാർ സേവന ഫീസ് തവണകളായി അടയ്ക്കാവുന്ന സംവിധാനം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ആരംഭിച്ചു. ദുബൈയിൽ നടക്കുന്ന ജെറ്റെക്സ് ഗ്ലോബൽ 2025-ലായിരുന്നു ICP-യുടെ പ്രഖ്യാപനം. വിസ, എമിറേറ്റ്സ് ID തുടങ്ങി ICP-യുമായി ബന്ധപ്പെട്ട സേവന ഫീസുകളെല്ലാം 10 പ്രാദേശിക ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പലിശയില്ലാതെ തവണകളായി അടയ്ക്കാം. അതത് ബാങ്കിന്റെ കോൾ സെന്റർ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 500 ദിർഹത്തിൽ കൂടുതലുള്ള തുക 3 മുതൽ 12 തവണകളായി അടയ്ക്കാം. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിച്ച് താമസം നിയമപരമായി നിലനിർത്താനും ലക്ഷ്യമിട്ടാണ് ദി അതോറിറ്റി അറ്റ് യുവർ സർവീസ് എന്ന പ്രമേയത്തിലുള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് പുതിയ സംവിധാനം വഴി ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ചു. 3ാമത്തെ റൺവേയും പുതിയ വാച്ച് ടവറും ഒക്ടോബർ 30-ന് തുറക്കും. പുതിയ റൺവേ വ്യോമസുരക്ഷയും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കും. 48.59 കിലോമീറ്റർ നീളമുള്ള 3ാമത്തെ റൺവേ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റൺവേകളിൽ ഒന്നാണ്. പുതിയ വാച്ച് ടവർ ഏറ്റവും പുതിയ നാവിഗേഷൻ സാങ്കേതികവിദ്യ കൊണ്ട് സജ്ജീകരിച്ചതാണ്. പ്രതിവർഷം 6 ലക്ഷം ലാൻഡിംഗ്, ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഇതുവഴി എയർ ട്രാഫിക് കൺട്രോളറിന് കഴിയും. യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഭരണ പദ്ധതികളിൽ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമെന്ന് കുവൈറ്റ് വിമാനത്താവള അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ അത് നിർമ്മിച്ച രാജ്യത്തിന്റെ പേര് വ്യക്തമായി രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശം. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദേശ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച രാജ്യം സൂചിപ്പിക്കാതെ വിൽപ്പനക്കാരന്റെ പേരോ വിലാസമോ മാത്രം ഉൾപ്പെടുത്താൻ പാടില്ലെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച രാജ്യത്തെയോ സ്ഥാപനത്തെയോ സൂചിപ്പിക്കുന്ന വിവരണം വ്യക്തമായ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കണം. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ തടയാൻ ഇത് സഹായിക്കും. വിൽപ്പനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിനുള്ളിലെ വാണിജ്യ ഇടപാടുകളുടെ സമഗ്രത ഉറപ്പാക്കുന്നതിനും സഹായിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.